അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദക്ഷിണ കന്നഡ ജമിയത്തുൽ ഉലമ എന്നൊരു സംഘടന കാസർഗോഡ് ഒരു സ്ഥാപനം തുടങ്ങാൻ ആലോചിച്ചു. അതിന്റെ ആദ്യപടിയായി കാസർഗോഡ് ചെമനാട് മഹല്ലിൽ പള്ളിയിൽ ഒരു ദർസ് തുടങ്ങി. ആ ദർസിന്റെ ആരംഭത്തിൽ പ്രഭാഷണ പരിപാടിക്കും മറ്റും പറവണ്ണ മൊയ്യൻകുട്ടി മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാർ വയത് പറഞ്ഞിട്ടുണ്ട്. ഒരു മഹല്ലിലെ ദർസാണത്. അതിന് പിന്നീട് ആലിയ അറബിക് കോളേജ് എന്ന പേര് കൊടുത്തു. ആ അറബിക് കോളേജിൽ ഒന്നിൽ കൂടുതൽ മുദരിസുമാരുണ്ടായിരുന്നു. അതിൽ ഒരു കാലത്ത് ശംസുൽ ഉലമ EK അവറുകളും ഉണ്ടായിരുന്നു. ചെമ്മനാട് മഹല്ലിലെ പള്ളിയിൽ നിന്ന് ആ ദർസും സ്ഥാപനവും മാറ്റി പരവനടുക്കം എന്ന സ്ഥലത്ത് സ്ഥാപിച്ചു. അതോടുകൂടി അതിന്റെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ ജമാഅത്തെ ഇസ്ലാമി വഹാബിസം ബാധിച്ചിരുന്നു. അവരിൽ പലരും മുനാഫിക്കീങ്ങൾ ആ കാര്യം മറച്ചുവെച്ചായിരുന്നു തുടങ്ങിയിരുന്നത്. അങ്ങനെയാണ് ചെമനാട് മഹലിൽ തുടങ്ങിയിരുന്ന ദർസ് ആലിയ അറബിക് കോളേജ് ആവുകയും ആ ആലിയ പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്ഥാപനമായി മാറുകയും ചെയ്തത്. അതിന് ദർസ് നടത്തിയ ശംസുൽ ഉലമ എവിടെ പഴച്ചു? ഇതാണ് അതിന്റെ മറുപടി. അപ്പോ ശംസുൽ ഉലമ അറിയാതെ പോയതാണ്. അറിയാതെ അവരങ്ങനത്തെ ആളുകൾ അതിലുണ്ട് എന്ന് അറിയാതെ പോയത്. ആദ്യകാലങ്ങളിൽ ഇവര് ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലല്ലോ, പിന്നീടാണല്ലോ ജമാഅത്താരായി രൂപാന്തരപ്പെട്ടത്. അപ്പൊ അറിയാതെ തന്നെ പോയതാണല്ലോ അല്ലേ? അതൊരു മഹല്ലിലെ ദർസാണ്. ദർസിലേക്ക് മുദ്രസ ക്ഷണിച്ചാൽ പോകൂലേ? ആടാ പിന്നെ മറ്റൊരു ഇല്ല എന്നല്ല ധരിക്കുക. ഇവര് മുനാഫിക്കീങ്ങള് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതാണത്. കാലക്രമേണയാണ്, കുറെ കാലങ്ങളെ കൊണ്ടാണ് അവരുടേതാക്കി മാറ്റിയത്. ആലിയക്ക് ഈ അനുഭവം ഉണ്ടായത് കൊണ്ടാണ് അതുപോലെ ആവാൻ പാടില്ല എന്നുള്ള നിലക്ക് 1978 കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി MA ഉസ്താദിനെ വിളിച്ചു കൊണ്ടുപോയി സംസാരിച്ച് ഈ സ്ഥാപനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. ജാമിയ സയ്യിദിയ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത് അബ്ദുൽ ഖാദർ ഹാജിയുടെ വഖഫ് ഭൂമി ധാരാളം ചെമ്മനാട് ദർസിനുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ ആലിയക്കുണ്ട്. ആ ഒരു അനുഭവം ഭാവിയിൽ ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് അതിന് പ്രായശ്ചിത്തമായിട്ടാണ് 10 ഏക്കറയോളം സ്ഥലം കൊടുത്തുകൊണ്ട് MA ഉസ്താദിനെ സയ്യിദിയ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചത്.